നമസ്കാരം. വി ഡി സതീശന് ഒരു കാര്യം മനസ്സിലായി. ഇക്കുറി മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പോക്കറ്റിലാക്കുക അത്ര എളുപ്പമുള്ള പണിയല്ല. മണിപ്പൂർ വിഷയങ്ങളിലും പൗരത്വ ഭേദഗതി നിയമത്തിലുമൊക്കെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്ന, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിച്ച ഒരേ ഒരു പ്രസ്ഥാനം അത് LDF ആണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് സതീശനും സംഘത്തിനും മനസ്സിലായി. അതുകൊണ്ട് ആ പേരും പറഞ്ഞ് വോട്ട് പിടിക്കാൻ ചെന്നാൽ ജനങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന്. അപ്പോൾ പിന്നെ സതീശന് ജപ അടിക്കാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ പുതിയൊരു തന്ത്രവുമായി സതീശൻ ഇറങ്ങിയിരിക്കുകയാണ്, കല്ലുവെച്ച നുണയുമായി. EP ജയരാജനും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ ബിസിനസ് പങ്കാളികളാണത്രേ. ഇതാണ് പുതിയ ഗീർവാണം. എൻ്റെ കയ്യിൽ തെളിവുണ്ട്, ഞാനിപ്പോൾ അത് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസമായി മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള നിലവിളിയാണ്. അത് നിഷേധിച്ചുകൊണ്ട് EP ജയരാജൻ ഇന്നലെ രംഗത്തേക്ക് വന്നു എന്ന് മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ സതീശന്റെ പേരിൽ എഴുതി തരാമെന്നും പറഞ്ഞു. അതോടുകൂടി തന്നെ സതീശന്റെ മുഴുവൻ വെടിക്കെട്ടും തീർന്നു. തെളിവ് പുറത്തുവിട്ടോ എന്ന് EP പറഞ്ഞ് വെല്ലുവിളിച്ചു. ഇപ്പതാ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയല്ല പറഞ്ഞ്, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഉരുണ്ടു മറയുകയാണ്. ഇവർ തമ്മിൽ കൂടിയാലോചന നടത്തിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ രാജീവ് ചന്ദ്രശേഖരനെ EP കണ്ടിട്ട് പോലുമില്ല, ഫോണിൽ പോലും ഇതുവരെ വിളിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് EP പറയുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നു, ഞാൻ ഇതുവരെ EP കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്. അവരൊരു രാഷ്ട്രീയം ഇതാണ്, നുണ പറയുന്നത്, അതാണ് അവരുടെ രാഷ്ട്രീയം. അത് ചേഞ്ച് ആവില്ല. ഇവര് രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാക്കി ഒരു പാർട്ട്ണർഷിപ്പ് പോലെ ഒരുമിച്ചാണ് ബിസിനസ് നടത്തുന്നത്. അതാരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞതാണല്ലേ ആദ്യം മുതൽ. രാജീവ് ചന്ദ്രശേഖരന്റെ തന്നെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല. എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ VD സതീശന് സൗജന്യമായി കൊടുക്കുന്നു. അങ്ങനെ കള്ളങ്ങൾ മുഴുവൻ പൊളിഞ്ഞു. അവസാനം ഇങ്ങനെ കിളി പോയിരിക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും അതേ കള്ളം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. എൻ്റെ തെളിവുണ്ട്, തെളിവ് ഇങ്ങനെ വാക്കാലാണ് കേട്ടോ, വായി തോന്നിയത് കോതയ്ക്ക് വാട്ടാണല്ലോ നമ്മുടെ സതീശന്റെ ഒരു റൂട്ട്. അപ്പൊ ഇങ്ങനെ ഇരുന്ന് പറയാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് മെഴുകുകയാണ്. അവരുടെ രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടും ഒരു സ്ഥാപനമായി മാറിയത്. ഇപ്പൊ നിരാമയ വൈദേകം റിസോർട്ട് എന്നാണ്. അപ്പൊ CPM BJP എന്ന് പറയുന്ന പോലെ ആയത്. അതാണ് തെളിവ്. നീ കൂടുതൽ വേണമെങ്കിൽ കേസ് കൊടുത്തോ, ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കോളാം. എനിക്കെതിരെ കേസ് കൊടുത്തു, ഞാൻ വെല്ലുവിളിക്കുന്നത് എനിക്കെതിരെ കേസ് കൊടുത്തു, ഞാൻ കോടതിയിൽ കൊണ്ടുവന്ന് മുഴുവൻ രേഖകളും ഞാൻ ഹാജരാക്കാം. BJPയും CPMഉം തമ്മിൽ ബന്ധമുണ്ടെന്നും ഇവിടെ BJPയെ വളർത്തുന്നത് CPM ആണെന്നും ഒക്കെ വരുത്തി തീർക്കാൻ വേണ്ടി കളിച്ചൊരു കളിയാണ്. ഒത്തില്ല. അപ്പൊ പറയാണ്, എനിക്കെതിരെ കേസെടുത്തോ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ കള്ളാണെങ്കിൽ എനിക്കെതിരെ കേസെടുത്തോ എന്ന്. അങ്ങനെ കേസെടുത്തുകൊണ്ട് ശ്രദ്ധ മുഴുവൻ വേറെ രീതിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി എങ്ങനെ കണ്ടോ, രാജീവ് ചന്ദ്രശേഖരനെതിരെ പറഞ്ഞുകൊണ്ട് CPM എനിക്കെതിരെ കേസെടുത്തു, ഇപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി നമ്മുടെ സതീശൻ ഒരു പ്രത്യേക രീതിയിലുള്ള നാടകം കളിക്കുകയാണ്. ഇതൊക്കെ KPCC തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സാധനമാണ് കേട്ടോ. പക്ഷെ ഇതൊന്നും ഇവിടെ വില പോകില്ലല്ലോ സതീശ. എന്തായാലും സതീശന്റെ ആ ഗീർവാണം ഒന്ന് കേൾക്കാം. ഒരു കാര്യം കൂടി അതിന് മുമ്പ് പറയട്ടെ കേട്ടോ. നേരത്തെ PV അൻവർ ഈ സതീശനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ച് ആരും മറന്നു കാണില്ല. പുള്ളിക്ക് നമ്മുടെ ആ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സംഘികളുള്ള ചാനലുമായിട്ട്, ആ ചാനലിലെ മുതലാളിയുമായിട്ട് ഈ ചങ്ങാതിക്ക് എന്തോ ബിസിനസ് ഉണ്ടെന്നോ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആ സമയത്ത് അന്ന് PV അൻവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് പോലും മറുപടി പറയാൻ കഴിയാത്ത മനുഷ്യനാണ് ഈ പുള്ളി. തീർന്നില്ല, കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ കേരളയിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി 150 കോടി ഭീമൻ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് ഈ സതീശൻ കൈപ്പറ്റിയെന്ന് PV അൻവർ പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല. അത് നിഷേധിക്കുകയാണെങ്കിൽ തെളിവ് പുറത്തുവിടാമെന്നും പറഞ്ഞത് മറന്നിട്ടില്ല. അന്ന് ഇതൊന്നും നിഷേധിച്ചിട്ടില്ല ഈ സതീശൻ. നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പണി പാടുമെന്ന് സതീശൻ അറിയാം. ആ സതീശനാണ് ഇവിടെ നിമ്മാതെ ഗീർവാണം അടിക്കുന്നത്. സതീശൻ വായിലൂടെ പറയുന്നതാണ് അത്ര തെളിവ്. സതീശൻ വാ തുറക്കുന്നതിനാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ. എന്തായാലും സതീശന്റെ ആ ഗീർവാണമടി നമുക്കൊന്ന് കേൾക്കാം. BJPയുടെ കേന്ദ്രമന്ത്രി, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി, ഇവര് രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാക്കി ഒരു പാർട്ട്ണർഷിപ്പ് പോലെ ഒരുമിച്ചാണ് ബിസിനസ് നടത്തുന്നത്. അതാരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞതാണല്ലേ ആദ്യം മുതൽ അല്ലേ. അപ്പോ ആ തലത്തിലേക്ക് ബന്ധം മാറി. പിന്നെ അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു, ED പരിശോധന നടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സെറ്റിൽമെന്റ് ഇവര് തമ്മിൽ ഉണ്ടായത്. അതെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കൂടി ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ കയറാൻ ED മുട്ടുവരയ്ക്കും. ED പിന്നെ നിർത്തി, ED ഇൻകം ടാക്സ് ഒക്കെ പിന്നെ നിർത്തി. അപ്പൊ EP ജയരാജൻ ബുദ്ധിപൂർവമായ
അദ്ദേഹത്തിന് അഡ്വൈസർ ആയിരിക്കാൻ പറ്റിയ ഒരാളെ ബുദ്ധി ഇഡിയും വന്ന ഐ.ടിയും വന്ന പുള്ളി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം? അപ്പൊ അദ്ദേഹം ബുദ്ധിപൂർവമായ ഒരു ഇടപെടൽ നടത്തി ഒരുമിച്ച്. നമ്മളിത് പറയാനുള്ള സാഹചര്യം എന്താ ഉണ്ടായത്? കേരളത്തിൽ BJP ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും എന്ന് കേരളത്തിലെ LDFന്റെ കൺവീനർ പറയാണ്. പിന്നെ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും തൃശൂരിലെയും ഉൾപ്പെടെയുള്ള BJPയുടെ സ്ഥാനാർത്ഥികൾ നല്ല ബെസ്റ്റ് സ്ഥാനാർത്ഥികളാണ് എന്ന് LDF കൺവീനർ പറയാണ്. സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല, സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല, BJP നേതാക്കൾ പോലും പറഞ്ഞിട്ടില്ല ഇത്രയും ബെസ്റ്റാണ്. അതിനേക്കാൾ ബെസ്റ്റാണെന്ന് കേരളത്തിലെ LDF കൺവീനർ CPM കേന്ദ്ര കമ്മിറ്റി എന്ന് പറയാണ്. ഞാൻ പറയുന്നത് അദ്ദേഹം പാവമാണ്. അദ്ദേഹത്തെ കൊണ്ട് പിണറായി വിജയൻ പറയിപ്പിക്കുകയാണ്. BJPയെ സന്തോഷിപ്പിക്കാൻ, BJPയെ സുഖിപ്പിക്കാൻ പിണറായി വിജയൻ ഈ പാവത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതാണ് അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ അക്കൗണ്ടൊന്നും തുറക്കാൻ പോകുന്നില്ല, അവിടെ നല്ല സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, UDF സ്ഥാനാർത്ഥി ജയിക്കും. പക്ഷെ അവിടെ നടക്കുന്നത് നിങ്ങൾ അറിയണം. എവിടെ പോയി കരുവന്നൂരിലെ ED അന്വേഷണം? എവിടെ പോയി? ഇപ്പർസിയും എന്ന് പറഞ്ഞുകൊണ്ട് മൊഴിയെടുപ്പിച്ചല്ലോ നിരവധി CPM നേതാക്കളെ. അവരെ എല്ലാം വിരട്ടി നിർത്തിയിരിക്കുകയാണ് EDയെ കൊണ്ട്. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കാം നമുക്ക്. BJPയും CPM കൂടി ഒരുമിച്ച് കൂടിയാലും തൃശ്ശൂർ ഞങ്ങൾ ജയിക്കും. ഒരു സ്ഥലത്തും കേരളത്തിൽ ഒരു സ്ഥലത്തും BJP അക്കൗണ്ട് തുറക്കില്ല. 2ാം സ്ഥാനത്ത് പോലും BJP വരില്ല എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. 2ാം സ്ഥാനത്ത് പോലും കേരളത്തിൽ BJPക്ക് ഒരു സ്പേസുമില്ല, ഒരു സ്പേസുമില്ല. സ്പേസ് ഉണ്ടാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് പേടിയാണ്. മാസപ്പടി കേസിലെ അന്വേഷണത്തെ, SMC ലാവലിംഗ് കേസിലെ അന്വേഷണത്തെ ഒക്കെ പിണറായി വിജയൻ ഭയപ്പെടുന്നതുകൊണ്ട് BJPയെ പേടിച്ചാണ് നിൽക്കുന്നത് ഈ ഇലക്ഷനിൽ. അതുകൊണ്ട് BJPക്ക് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി CPMഉം പിണറായി വിജയനും ശ്രമിക്കുക. ഞങ്ങൾ ആ സ്പേസ് ഉണ്ടാക്കില്ല കേരളത്തിൽ. കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ മുംബൈയിൽ നടന്ന സമ്മേളനത്തിൽ CPM കേരളത്തിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ KC വേണുഗോപാലും മത്സരിക്കുന്നതിനുള്ള പ്രതിഷേധമൊക്കെയാണ് പറയുന്നത്. ഈ നിലപാടാണ് അങ്ങോട്ട്. അല്ല, ആ പ്രതിഷേധം ഉണ്ടെങ്കിൽ കോൺഗ്രസ് മുന്നണിയിലാണ് CPMന്റെ 2 സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. കോൺഗ്രസ് ഉള്ള മുന്നണിയിൽ ഞങ്ങൾ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് CPMന്റെ 2 സ്ഥാനാർത്ഥികളെ തമിഴ്നാട്ടിൽ പിൻവലിക്കാൻ തയ്യാറുണ്ടോ CPM? ഇവര് മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഞങ്ങളുടെ ജാഥയിൽ വരില്ല, ഓക്കെ. പക്ഷേ ഞങ്ങളുടെ മുന്നണിയിൽ 2 CPMകാർ മത്സരിക്കുന്നുണ്ട്. അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക. ഞാൻ ചോദിക്കട്ടെ, CPM എത്രയിടത്തും മത്സരിക്കുന്നുണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ എത്രയിടത്തും മത്സരിക്കുന്നുണ്ട്? വിരലിലെണ്ണി സ്ഥലത്തല്ലേ മത്സരിക്കുന്നുള്ളൂ. ബംഗാളിലൊക്കെ മത്സരിച്ചിട്ട് വല്ല കാര്യമുണ്ട്. 4ാമത്തെ 5ാമത്തെ സ്ഥാനത്താണ് മത്സരിച്ചിട്ട്. ആകെ എത്ര സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്. അത് ഇവരെയാണോ നരേന്ദ്രമോദി താഴെ ഇറക്കാൻ പോകുന്നത്? ചുമ്മാ വെറുതെ പറയാം.